തൃശൂർ ആനക്കലിൽ ഭാര്യയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ആനക്കൽ സ്വദേശി ഉണ്ണിമായാണ് കൊല്ലപ്പെട്ടത്. ഒളിവിൽ പോകാൻ ശ്രമിച്ച ഭർത്താവ് ശിവപ്രസാദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഷബാസ് അഹമ്മദിനോട് വിവരങ്ങൾ ചോദിക്കാം. ഷബാസ്, കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഇത്തരത്തിൽ ഭാര്യയെ കൊല്ലുന്ന ഭർത്താവിന്റെ വാർത്തകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ദാരുണമായൊരു സാഹചര്യമുണ്ട്. ഇവിടെയെല്ലാം സംശയരോഗമായിരുന്നു വില്ലൻ. ഇവിടെയും അതുതന്നെയാണോ കൊലയ്ക്ക് കാരണം? ഷിയാസ്, അങ്ങനെ തന്നെയാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. ഈ പങ്കാളിയെ സംശയത്തിന്റെ പേരിൽ കൊല്ലുന്ന വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കേൾക്കാറുള്ളതാണ്. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു നിസാര കാര്യത്തിന്റെ പേരിൽ ഇത്തരം ഒരു ക്രൂരത ചെയ്യാൻ കഴിയുന്നത് എന്ന്. അത്തരമൊരു വാർത്ത തന്നെയാണ് തൃശൂർ ആനക്കലിൽ നിന്ന് വരുന്നത്. ആനക്കൽ സ്വദേശിയായ ഉണ്ണിമായെയാണ് ഭർത്താവ് ക്രൂരമായി കൊലപാതകം ചെയ്തിരിക്കുന്നത്. സംശയത്തിന്റെ പേരിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കൊല നടന്നത് എന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ഇന്ന് രാവിലെ 8:30 ഈ ശിവപ്രസാദിന്റെ അമ്മ ഈ വീടിന്റെ മുകൾ നിലയിൽ ഈ ഉണ്ണിമായെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ ഇത് കണ്ട് ഞെട്ടി അമ്മ നിലവിളിക്കുകയായിരുന്നു. ഉടനെ തന്നെ ആ വീടിനടുത്തുണ്ടായിരുന്ന ചില തൊഴിലാളികൾ അവിടേക്ക് ഓടിയെത്തി. അപ്പോൾ ഭർത്താവ് ശിവപ്രസാദ് അവരെ തടയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ ഉണ്ണിമായെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഈ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തും മുൻപേ ഈ ഉണ്ണിമായ മരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഭർത്താവ് ശിവപ്രസാദ് ഒളിവിൽ പോകാൻ ശ്രമിച്ചത്. വക്കീൽ ഓഫീസിൽ പോയി വക്കീലിനെ കണ്ട് പിന്നീട് ഒളിവിൽ പോകാനുള്ള ശ്രമമായിരുന്നു. അതിനിടയിലാണ് പോലീസ് അയ്യന്തോളിൽ വെച്ച് ഇയാളെ പിടികൂടുന്നത്. നിരന്തരം ഇവർ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. മുൻപും പല പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. 4 ദിവസം മുൻപാണ് ഭാര്യ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. മകളെ കൂടെ കൊണ്ടുവന്നിരുന്നില്ല. പിന്നീട് ഈ സംശയം മൂർച്ഛിച്ചുകൊണ്ട് ഈ തർക്കം രൂക്ഷമായാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നതാണ് പ്രാഥമിക നിഗമനം. വളരെ ക്രൂരമായി കൊണ്ടാണ് ഈ ഭർത്താവ് ഭാര്യയായ ഉണ്ണിമായെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്നൊരു സംശയത്തിന്റെ പേരിലായിരുന്നു ഇത്തരം കൊലപാതകത്തിലേക്ക് കടന്നത്. മുമ്പ് തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഭാര്യ മടങ്ങിയെത്തിയ സാഹചര്യത്തിലാണ്, 4 ദിവസം മുൻപാണ് മടങ്ങിയെത്തുന്നത്. അങ്ങനെ മടങ്ങിയെത്തിയ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ക്രൂര കൃത്യം നടത്താൻ ഭർത്താവ് മുതിർന്നിരിക്കുന്നത്. എന്തായാലും ഈ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പങ്കാളിയെ ഇത്ര ക്രൂരമായി കൊല്ലുക എന്നത് വളരെ ഞെട്ടിക്കുന്ന. സംശയരോഗത്തെ തുടർന്നാണ് ഈ കൊലപാതകം. ഭാര്യയെ ഭർത്താവ് കഴുത്ത് ഞെരിച്ചാണ് കൊന്നത്. ഇനി